and commuted pension. Section 10(10)(a), 10 subsection 10(a). ഇതിലാണ് പെൻഷൻ ഡീൽ ചെയ്യുന്നത്. പെൻഷനും കമ്മ്യൂട്ടഡ് പെൻഷനും ഡീൽ ചെയ്യുന്നത്. കമ്മ്യൂട്ടഡ് പെൻഷൻ ആണ് 10(10)(a) ഡീൽ ചെയ്യുന്നുള്ള കാര്യം ഓർത്താൽ മതി. പിന്നെ എന്താണ് കമ്മ്യൂട്ടഡ് പെൻഷൻ, എന്താണ് പെൻഷൻ എന്നുള്ള സംഗതി അറിഞ്ഞിരിക്കുക. വർക്ക് ചെയ്ത ഒരു എംപ്ലോയി റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് മന്ത്ലി അയാളുടെ ആ ഒരു ബാക്കിയുള്ള ലൈഫിനുള്ള ഒരു പ്രൊട്ടക്ഷന് വേണ്ടി സ്ഥാപനം കൊടുക്കുന്ന ഒരു മന്ത്ലി പേയ്മെന്റ് ആണ് ശരിക്കും പെൻഷൻ. അപ്പൊ ഈ പെൻഷൻ ചില ആളുകൾ ഒന്നിച്ചു വാങ്ങിക്കാറുണ്ട്. ഒന്നിച്ചു വാങ്ങിക്കുക പറഞ്ഞാൽ മുഴുവനായിട്ടും ഒന്നിച്ചു വാങ്ങിക്കാന്നല്ല, ഒരു പാർട്ടൊക്കെ വാങ്ങിക്കാറുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇതിപ്പോൾ ഇങ്ങനെ ഒന്നിച്ചു വാങ്ങിക്കാന്നുള്ളതൊക്കെ കുറേ ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും. ഈ പെൻഷൻ തന്നെ തീരുമാനിക്കുക ഒരു അയാളുടെ സാലറിയും ഒരു എൻ്റയർ ലൈഫും ഒക്കെ പടം നോക്കിയിട്ടാണ് പൊതുവെ സാലറി ഉണ്ടാവുക, പെൻഷൻ ഉണ്ടാവാറ്. അപ്പൊ ഇതിന്റെ ബേസിൽ നമുക്ക് കിട്ടാൻ സാധ്യതയുള്ള പെൻഷനെ ഒരു ഫിക്സ്ഡ് പ്രൊപ്പോർഷനിൽ കമ്മ്യൂട്ട് ചെയ്തിട്ട് ഒന്നിച്ചാക്കിയിട്ട് സ്ഥാപനത്തിലെ വർക്ക് ചെയ്തിരുന്ന എംപ്ലോയീസ് റിട്ടയർ ചെയ്തതിനു ശേഷം വാങ്ങിക്കാറുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സിന് 20,000 ആണ് പെൻഷൻ മാസം എന്ന് വിചാരിച്ചു. അപ്പോൾ അത്യാവശ്യം വന്നപ്പോൾ ഇയാൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചു? 1/3 ഭാഗം കമ്മ്യൂട്ട് ചെയ്ത് ഒന്നിച്ച് വാങ്ങിക്കാൻ തീരുമാനിച്ചു. അപ്പം എന്ത് ചെയ്യും? സ്ഥാപനം ഏകദേശം ഒരു ഐഡിയ വെച്ചിട്ട് എത്ര വർഷത്തേക്കൊക്കെ ഉണ്ടാവും എന്നുള്ള ഒരു ധാരണയൊക്കെ വെച്ചിട്ട് അതിൻ്റെ ഒരു ബേസ് ഒക്കെ ഇതിനുണ്ടാവും. കമ്മ്യൂട്ടേഷൻ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഓരോ സ്ഥാപനങ്ങൾക്ക് ഉണ്ടാവും. ആ ബേസ് വെച്ചിട്ട് ആ ടോട്ടൽ പെൻഷൻ്റെ 1/3 ഇയാൾക്ക് കൊടുക്കും. അപ്പം പിന്നെ ഇയാൾക്ക് മാസത്തിൽ കിട്ടുമോ എന്നൊരു ചോദ്യമുണ്ട്. മാസം ബാക്കി മാസത്തിൽ കിട്ടും. 3/1 ഇയാൾ കമ്മ്യൂട്ട് ചെയ്തത്. പക്ഷെ കമ്മ്യൂട്ട് ചെയ്യാത്ത 2/3 ഭാഗമുണ്ട്. അപ്പൊ ആ ഭാഗം ഇയാൾക്ക് ഇനി പെൻഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ 20,000 ആണ് പെൻഷൻ എങ്കിൽ 1/3 കമ്മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 20,000ന്റെ 2/3 മാസം കിട്ടിക്കൊണ്ടിരിക്കും. ഇതാണ് സിസ്റ്റം. അപ്പൊ ഇതില് കമ്മ്യൂട്ടഡ് പെൻഷൻ എക്സംഷൻ ഉണ്ട്. കമ്മ്യൂട്ടഡ് പെൻഷന് എക്സംഷൻ ഉണ്ട്. അതാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. എളുപ്പമാണ്. ഗ്രാറ്റുവിറ്റിയെ പോലെ ഇന്നത് അങ്ങനെ എന്ന് പറഞ്ഞിട്ട് ചെയ്യാനൊന്നുമില്ല. എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പൊ സിമ്പിൾ ആയിട്ട് നമ്മൾ മനസ്സിലാക്കുക, പെൻഷൻ ലംസമായിട്ട് ഒന്നിച്ച് മേടിക്കുന്നതിനെ നമ്മൾ കമ്മ്യൂട്ടഡ് പെൻഷൻ എന്നാണ് വിളിക്കുക. സോ they have the option to choose pension in lump sum instead of periodical payment. Such lump sum amount received or such a process is called commuted pension. Commuted pension എന്നാണ് അതിനെ പറയാം. ചില ആളുകൾ അതിന് ഫുള്ളായിട്ട് വാങ്ങിക്കൊന്നുമില്ല, പാർട്ടായിട്ടും ഫുള്ളായിട്ടൊക്കെ വാങ്ങിക്കാം. അതൊന്നും വിഷയമല്ല. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതി, കമ്മ്യൂട്ടഡ് പെൻഷന് മാത്രമാണ് എക്സംഷൻ ഉള്ളത്. സാധാരണ പെൻഷൻ അതിനെന്തുണ്ട്? ടാക്സ് ലാബിലിറ്റി ഉണ്ട്. എത്രയാണ് പെൻഷൻ? അതിന് ടാക്സ് ലാബിലിറ്റി ഉണ്ട്. മാസം 20,000 കിട്ടുകയാണെങ്കിൽ അത് ടാക്സബിൾ ആയിട്ട് തന്നെ സാലറി പോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ബേസിക് സാലറി കിട്ടണം അതേപോലെ തന്നെ ട്രീറ്റ് ചെയ്യും. ഒരു എക്സംഷനും ഇല്ല. പക്ഷെ കമ്മ്യൂട്ട് ചെയ്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അതിന് എക്സംഷൻ ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയി ആണ്. ഒന്നാമത്തെ കേസ് അതാണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ സെൻട്രലോ സ്റ്റേറ്റോ ലോക്കൽ അതോറിറ്റിയോ അതിലെന്തോ ആയിക്കോട്ടെ, സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻ ആവാം, ജഡ്ജുകളായിക്കോട്ടെ, ജഡ്ജ് ഒക്കെ ആവാം. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷന് ടാക്സ് ലാബിലിറ്റി ഇല്ല, ഫുള്ളി എക്സംപ്റ്റഡാ, ഗ്രാറ്റുവിറ്റി പോലെ തന്നെ. അപ്പൊ പെൻഷൻ അല്ല എക്സംഷൻ ഉള്ളത്. ഏതിനാണ് എക്സംഷൻ ഉള്ളത് കുട്ടികളെ? ഹലോ, ഏതിനാണ് എക്സംഷൻ ഉള്ളത്? ഒരു മനുഷ്യനുമില്ലേ കേൾക്കാം? ഒക്കെ ഉറങ്ങാൻ പോയോ? കമ്മ്യൂട്ടഡ് പെൻഷനേ ഉള്ളൂ എക്സംഷൻ. ഒന്നിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ മാത്രമേ അതിന് എക്സംഷൻ കിട്ടുള്ളൂ. മന്ത്ലി വാങ്ങുന്ന പെൻഷൻ എന്തില്ല? എക്സംഷൻ ഒന്നുമില്ല. അത് ടാക്സ് ലാബിലിറ്റി ഉണ്ട്. ഒന്നിച്ചു വാങ്ങുകയാണെങ്കിൽ അതിന് എന്ത് കിട്ടും? എക്സംഷൻ കിട്ടും. ആ എക്സംഷൻ തന്നെ
ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ് ആണ്. മറ്റുള്ള നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ രണ്ട് കണ്ടീഷൻ നോക്കണം. ഒന്ന്, ഇയാള് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ടോ നോക്കണം. രണ്ട്, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ലേ എന്ന് നോക്കണം. അപ്പൊ ചെയ്ത ആളാണെങ്കിൽ വേറെ രൂപത്തിലാണ്, ചെയ്യാത്ത ആളാണെങ്കിൽ വേറെ രൂപത്തിലാണ് എന്ത് എക്സംഷൻ. അപ്പൊ എങ്ങനെയാണ് നമുക്കത് കാണാന്നുള്ളൊരു ചെറിയൊരു ഐഡിയ. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റഡ്. നോൺ ഗവൺമെന്റ് എംപ്ലോയി ഹു റിസീവ്സ് ഗ്രാറ്റുവിറ്റി, ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്ത ഒരു നോൺ ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ എത്ര ഭാഗമാണ് എക്സംഷൻ എന്ന് ചോദിച്ചാൽ ഫുൾ പെൻഷന്റെ 1/3 ഓഫ് കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് ഫുൾ പെൻഷൻ. 1/3 ആണ് എക്സംപ്റ്റ് ചെയ്യുക. ഫുൾ പെൻഷന്റെ 1/3 എന്ന് പറഞ്ഞാൽ എക്സാമ്പിള് കമ്മ്യൂട്ട് ചെയ്തത്, ടോട്ടൽ കമ്മ്യൂട്ട് ചെയ്തിട്ട് വാങ്ങിച്ചത് 2 ലക്ഷം രൂപയാണ്. ഇത് കമ്മ്യൂട്ട് ചെയ്തത് 1/2 ആണ്, ഹാഫ് ആണ് കമ്മ്യൂട്ട് ചെയ്തത്. അപ്പൊ ആദ്യം ഇതിന്റെ ഫുൾ പെൻഷൻ ആക്കി മാറ്റുക. ഈ ഹാഫ് എന്ന് പറയുന്നതാണ് എത്ര? എന്താ കുട്ടികളെ? 2 lakh. ഹാഫ് കമ്മ്യൂട്ടഡ് എന്ന് പറയുന്നതാണ് 2 lakh. അപ്പൊ ആദ്യം എന്താ വെച്ചാല് ഈ 2 lakhനെ നമ്മൾ ഏതിലേക്ക് മാറ്റണം? ഫുൾ പെൻഷനിലേക്ക് മാറ്റണം. അതെങ്ങനെ മാറ്റുക? നേരെ ഉൾട്ട ചെയ്യുക. നേരെ ഉൾട്ട ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 2 lakhനെ 1/2 പകരം എന്താക്കുക? തിരിച്ച് എങ്ങനെ വരും? 2/1. അപ്പൊ ഫുൾ പെൻഷൻ എത്രയായിരിക്കും? 4 lakh. ഇതിന്റെ 1/3 ആണ് എന്ത് ചെയ്യുക? എക്സംപ്റ്റ് ചെയ്യുക. എപ്പോ? ഇയാൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? 4 lakhന്റെ 1/3 കാണും. അപ്പൊ നമുക്കൊരു സംഖ്യ കിട്ടും. എത്ര വരും? 1/3 പറഞ്ഞാൽ 1,33,333 കിട്ടും. അപ്പൊ ഇത്രയും ഭാഗം എക്സംപ്റ്റ് ചെയ്യും. ഇയാൾ മേടിച്ചത് എത്രയായിരുന്നു? 2 ലക്ഷമായിരുന്നു. അപ്പൊ 2 ലക്ഷത്തിന് 1,33 കുറച്ച് ബാക്കിയുള്ള 66,667 രൂപ ടാക്സബിൾ ആണ്. അപ്പൊ ആദ്യം എന്താ നോക്കണ്ടേ? ഒക്കെ മറന്നേക്ക് തൽക്കാലം ആദ്യം എങ്ങനെയാ? കമ്മ്യൂട്ടഡ് പെൻഷന് എക്സംഷൻ ഉള്ളൂ എന്ന് ഓർക്കുക. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ കമ്മ്യൂട്ടഡ് പെൻഷൻ എങ്ങനെയാണ്? പിന്നെ ആരുടെ കേസ് എടുക്കുക? ആരുടെ കേസ് എടുക്കുക? നോൺ ഗവൺമെന്റ് എംപ്ലോയീസിന്റെ കേസ്. നോൺ ഗവൺമെന്റ് എംപ്ലോയീസില് 2 കേസ് ഏതൊക്കെയാവാം? എംപ്ലോയി റിസീവ്സ് ഗ്രാറ്റുവിറ്റി അല്ലെങ്കിൽ നോട്ട് റിസീവ്സ് ഗ്രാറ്റുവിറ്റി. ഒന്ന് ഗ്രാറ്റുവിറ്റി കിട്ടുന്നതാവാം, കിട്ടാത്തതാവാം. ഗ്രാറ്റുവിറ്റി കിട്ടുന്നതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഒരു പാർട്ടായിരിക്കും കമ്മ്യൂട്ട് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ 1/3 കമ്മ്യൂട്ട് ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ 1/2 കൺവേർട്ട് ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ 2/3 കമ്മ്യൂട്ട് ചെയ്തെന്ന് പറയും, അല്ലെങ്കിൽ 1/4 കമ്മ്യൂട്ട് ചെയ്തെന്ന് പറയും. അപ്പൊ എത്രയാണോ കമ്മ്യൂട്ട് ചെയ്തത് അതിനാദ്യം എന്തിലേക്ക് മാറ്റുക? ഫുൾ പെൻഷനിലേക്ക് മാറ്റാം. ഫുൾ പെൻഷനിലേക്ക് മാറ്റാൻ എത്ര പെർസെൻറ്റേജ് ആണ്, എത്ര പാർട്ടാണ് കമ്മ്യൂട്ട് ചെയ്തത് അതിന് തിരിച്ച് ചെയ്താൽ മതി. അപ്പൊ അതിനെന്തിലേക്ക് മാറും? ഫുൾ പെൻഷനിലേക്ക് മാറും. ആ ഫുൾ പെൻഷന്റെ എത്ര ഭാഗമായിരിക്കും എക്സംപ്റ്റ് ചെയ്യുക? 1/3 എക്സംപ്റ്റ് ചെയ്യും, 2/3 ടാക്സബിൾ ആണ്. 2/3 ടാക്സബിൾ എന്നല്ല, ബാക്കിയുള്ളത് ടാക്സബിൾ ആണ്. എന്തുകൊണ്ട് 2/3 എന്ന് പറയാന്ന് വെച്ചാൽ ഫുൾ പെൻഷന്റെ 1/3 ആണ് എക്സംപ്റ്റ് ചെയ്യണത്.
ഫുൾ പെൻഷൻ കയ്യിൽ കിട്ടൂല, കമ്മ്യൂട്ടഡ് വാല്യൂ കിട്ടുള്ളൂ. ആ കമ്മ്യൂട്ടഡ് വാല്യൂന്ന് ഈ 1/3 കുറച്ച ബാക്കി എത്രയാണോ അതെന്താണ്, ടാക്സബിൾ ആണ്. അപ്പൊ എത്ര എക്സംപ്റ്റഡ്? എംപ്ലോയി ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/3 എക്സംപ്റ്റ് ചെയ്യും. ഇനി ഇയാൾ ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നില്ലെങ്കിലോ ഒന്നും കൂടെ ബെനിഫിറ്റ് കൂടും, എക്സംഷന്റെ അളവ് കൂടും. മറ്റു 1/3 എക്സംപ്റ്റ് ചെയ്യുള്ളൂ, ഇവിടെ ഫുൾ പെൻഷൻ ഇതേപോലെ തന്നെ കാണും, ഒരു മാറ്റമല്ല. പക്ഷേ എക്സംഷൻ എന്ന് പറയുന്നത് ആ ഫുൾ പെൻഷന്റെ ഹാഫ് എത്രയാണ്? 1/2. ഫോർ എക്സാമ്പിൾ, എനിക്ക് കിട്ടിയ ഗ്രാറ്റുവിറ്റി അഗെയിൻ 2 lakh, ഞാൻ കമ്മ്യൂട്ട് ചെയ്തത് 1/6. എത്ര കമ്മ്യൂട്ട് ചെയ്ത? 1/6. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഇതിനെ ഫുള്ളിലേക്ക് മാറ്റും. അപ്പൊ എങ്ങനെയാണ്? 2 lakh into 6/, അപ്പൊ എത്ര കിട്ടും? 12 lakh കിട്ടും. ഇതിന്റെ എത്ര ഭാഗം എക്സെപ്റ്റ് ചെയ്യാ? ഇതാണ് ഫുൾ പെൻഷൻ. ഇതിന്റെ എത്ര ഭാഗം? ഹാഫ് എന്ന് പറഞ്ഞാൽ എത്ര വരെ എക്സെപ്റ്റ് ചെയ്യും? 12 lakhന്റെ ഹാഫ് എന്ന് പറഞ്ഞാൽ 6 lakh അല്ലേ? 6 lakh വരെ എക്സെപ്റ്റ് ചെയ്യും. പക്ഷെ ഞാൻ അവിടെ എത്ര വാങ്ങിച്ചിട്ടുള്ളൂ? ആകെ 2 lakh അല്ലേ മേടിച്ചിട്ടുള്ളൂ. അപ്പൊ ഇവിടെ ടാക്സ് ലയബിലിറ്റി ഉണ്ടാവൂല. ഉണ്ടാവുക? ഇല്ല. കാരണം എക്സംഷനേക്കാൾ എത്രയോ താഴെയാണ് ഞാൻ മേടിച്ചത്. ക്ലിയർ ആണോ? അപ്പൊ ഓർക്കേണ്ട എന്താ? കമ്മ്യൂട്ടഡ് വാല്യൂവിനെ ഫുൾ പെൻഷനിലേക്ക് മാറ്റണം. അതിന്റെ 1/3 ആണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നെങ്കിൽ എക്സെപ്റ്റ് ചെയ്യുക. അതിന്റെ 1/2 ആണ് ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്തിട്ടില്ലെങ്കിൽ എക്സെപ്റ്റ് ചെയ്യുക. യെസ്. എന്നാ ഒരു പ്രോബ്ലം ചെയ്യും മിസ്റ്റർ റാം. A former employee of a private company is getting a pension of rupees 3,000 per month. ഇപ്പോൾ ഓരോ മാസം പെൻഷനായിട്ട് 3000 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ. സോറി, ഫുൾ സ്റ്റോപ്പ് ഇട്ട ബാക്കിയാണ് കേട്ടോ. മിസ്റ്റർ റാം, എ ഫോർമർ എംപ്ലോയി ഓഫ് എ പ്രൈവറ്റ് കമ്പനി ഈസ് ഗെറ്റിംഗ് എ പെൻഷൻ ഓഫ് rupees 3,000 per month. ഫുൾ സ്റ്റോപ്പ്. അപ്പൊ 3000 ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പെട്ടെന്നാണ് ഇയാൾക്ക് ഒരു വീട് പണിയുടെ ആവശ്യം വന്നു വിചാരിച്ചു മകനെ. അപ്പൊ ഇയാൾ എന്ത് വിചാരിച്ചു? PF മറ്റേ ഗ്രാറ്റുവിറ്റി ഒക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഈ നമ്മളെ പെൻഷൻ്റെ ഒരു ഭാഗം എന്ത് ചെയ്യാം? കമ്മ്യൂട്ട് ചെയ്ത് ഒന്നിച്ച് വാങ്ങിക്കാം. എന്നപ്പം അവന് പെരേറ്റ് കൊടുക്കാം. ബാക്കി എന്നാലും ഉണ്ടാവുമല്ലോ, കുറച്ച് ഭാഗം ഉണ്ടാവുമല്ലോ, അതിങ്ങനെ കിട്ടിയാൽ മതി എന്നാണ് തീരുമാനിക്കുക. അപ്പോൾ ഒരു ഡേറ്റ് എത്തി. ഇയാൾ എന്ത് ചെയ്തു? ഡ്യൂറിങ് ദ പ്രീവിയസ് ഇയർ ഹി കമ്മ്യൂട്ടഡ് ഹിസ് എത്ര ഭാഗ? 2/3 പെൻഷൻ ആൻഡ് റിസീവ്സ് 1 lakh. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത്രേ ഉള്ളൂ. 1/1/2021 വിചാരിക്കാം ഒരു ഡേറ്റ്. അതിന് മുമ്പ് ഇയാൾ റിട്ടയർ ചെയ്തിട്ടുണ്ട്, റിട്ടയർ ചെയ്തിട്ടുണ്ട്, ഒരു 2 കൊല്ലമായിട്ടെന്ന് വിചാരിച്ചോ. മാസം പെൻഷനായിട്ട് എത്ര കിട്ടുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? എത്രയാണ്? 3000. അപ്പൊ ഒരു സുപ്രഭാതത്തിലെ ഒരു ഡേറ്റിൽ 1/1/2021 ഇയാൾക്ക് വെളിപാടുണ്ടായത്. കുറച്ച് ഭാഗം എന്ത് ചെയ്യാം? കമ്മ്യൂട്ട് ചെയ്യാം, എന്നിട്ട് ഒന്നിച്ച് വാങ്ങിക്കാം. കമ്പ്യൂട്ട് അല്ല കേട്ടോ, കമ്മ്യൂട്ടാണ്. COWMUTTE ട്ടോ. ഓക്കെ, കമ്മ്യൂട്ട് ചെയ്തു.
എത്ര ഭാഗം? 3-ൽ 2 ഭാഗം കമ്മ്യൂട്ട് ചെയ്തു. അപ്പൊ ഇനി ഈ 1-1 എന്ന് പറഞ്ഞാൽ ജനുവരി 1-ാം തീയതിയാണ് കമ്മ്യൂട്ട് ചെയ്തത്. കുറെ ആൾക്ക് സംശയം ഉണ്ടാവും, അടുത്ത മാസം മുതൽ ഫെബ്രുവരി മുതൽ ഇയാൾക്ക് പെൻഷൻ കിട്ടുമോ? പെൻഷൻ കിട്ടും. എത്ര കിട്ടുക? 3000 പെൻഷൻ കിട്ടൂല. 2/3 ഇയാൾ എന്ത് ചെയ്ത് മേടിച്ചു? ഒന്നിച്ചായിട്ട് കമ്മ്യൂട്ട് ചെയ്ത് മേടിച്ചില്ലേ? ഇനി കമ്മ്യൂട്ട് ചെയ്യാത്ത പാർട്ടി ഏതാ? അൺകമ്മ്യൂട്ടഡ് പാർട്ടി എത്രയാ? 1/3 അല്ലേ? അല്ല കുട്ടികളെ, ഈ 3000ങ്ങളുടെ ശരിക്കും 3000ങ്ങളാണല്ലോ, മാസം മാസം 3000 ഇങ്ങനെ കിട്ടല്ലേ. അതിന്റെ 2/3 ഒന്നിച്ച് മേടിച്ചേ. അതിന്റെ 1/3 അവിടെ മേടിച്ചിട്ടില്ല. അപ്പൊ ഇനി അടുത്ത മാസം ഇയാൾക്ക് കിട്ടുക 3000ന്റെ 1/3 ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ 1000 വെച്ചിട്ടാണ് ഇനി അടുത്ത മാസങ്ങളിൽ കിട്ടുക. ഫെബ്രുവരിയിൽ 1000 കിട്ടും, മാർച്ചിൽ 1000 കിട്ടും, അങ്ങനെ മേടിക്കും. പിന്നെ ഒരു സുപ്രഭാതത്തിൽ പിന്നെ തോന്നി ബാക്കി ഇനി 1/3 ഉണ്ടല്ലോ, അതും കൂടെ മേടിക്കാം. അതും കൂടെ മേടിച്ചാൽ പിന്നെ ഇയാൾക്ക് എന്ത് കിട്ടൂല? മന്ത്ലി പെൻഷൻ കിട്ടൂല. മനസ്സിലായോ? മനസ്സിലായോ? യെസ്. അപ്പൊ അതിലേക്ക് പോണ്ട. നമ്മൾ തൽക്കാലം ഒന്നിച്ചു വായിക്കുന്നുണ്ട്. അതിന് എക്സംഷനും ഉണ്ട്, ടാക്സ് ലാബിലിറ്റി ഉണ്ട്. ഗവൺമെന്റ് എംപ്ലോയി ആണെങ്കിൽ പിന്നെ നോക്കാനൊന്നുമില്ല, പ്രൊവിഷൻ ഒന്നും കാണാനില്ല. പക്ഷെ ഇയാൾ പ്രൈവറ്റ് എംപ്ലോയി ആണ് അല്ലേ? അപ്പൊ നമുക്ക് കാണാനുണ്ട്. ഇപ്പൊ അവിടെ 2/3 പെൻഷൻ ആൻഡ് റിസീവ്ഡ് 1,80,000. Compute the exempted amount if he താഴെ കൊടുക്കുക A receives gratuity, 2 did not, B കൊടുത്തിട്ട് did not receive gratuity. അപ്പൊ ആദ്യം എന്താ? ഗ്രാറ്റുവിറ്റി കിട്ടുന്നുണ്ടെങ്കിൽ എത്ര? രണ്ടാമത് ഗ്രാറ്റുവിറ്റി കിട്ടുന്നില്ലെങ്കിൽ എത്രയാണ് പെൻഷൻ? അങ്ങനല്ലേ? ആദ്യം ഹെഡ് കൊടുക്കുകയും കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സംപ്റ്റഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ. കമ്പ്യൂട്ടേഷൻ ആണ്, അവിടെ പി കൂടെ ഉണ്ട്, COMPU. കമ്പ്യൂട്ടേഷൻ ഓഫ് എക്സംപ്റ്റഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ. അവിടെ ഡബിൾ എം, നമ്മളെ കമ്മ്യൂട്ടഡ് പെൻഷൻ ഒന്നിച്ച് വാങ്ങിച്ചത്. കൊടുത്താ? കൊടുത്തോ? ഓക്കെ അല്ലേ കുട്ടികളെ? ഹെഡ് കൊടുത്തില്ലേ? ആദ്യം വേണ്ട എത്രേ ഉള്ളൂ, 2 സംഗതികൾ എഴുതി വെക്കാം. കമ്മ്യൂട്ടഡ് പോർഷൻ, എത്ര പോർഷൻ ആണ് ഇയാൾ കമ്മ്യൂട്ട് ചെയ്തത്? എത്രയാ കമ്മ്യൂട്ടഡ് പോർഷൻ? എത്രയാ? പെൻഷൻ അല്ല കേട്ടോ, കമ്മ്യൂട്ടഡ് പോർഷൻ എത്ര ഭാഗാന്നുള്ളത് ഈക്വൽ ടു കൊടുക്കുക. എത്രയാ? അല്ലെങ്കിൽ ഐഫോൺ ഇട്ടിട്ട് എഴുതാ. എത്ര ഭാഗ? 2/3. കൊടുത്താ? ഇനി കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ്, അത് താഴെയും കൊടുക്കാം. കമ്മ്യൂട്ടഡ്
വാല്യൂ ഓഫ് പെൻഷൻ. എത്ര ഇയാൾ വാങ്ങിച്ചേ? കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ റിസീവ്ഡ് എന്ന് വേണമെങ്കിൽ കൊടുത്തോ, ഞാൻ അങ്ങനെ തെറ്റിക്കാതിരിക്കാം. കമ്മ്യൂട്ടഡ് വാല്യൂ ഓഫ് പെൻഷൻ റിസീവ്ഡ് 1,80,000. നമുക്ക് വേണ്ട രണ്ട് സംഗതി ഇത്ര മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട കേട്ടോ. ഏതൊക്കെയാ? കമ്മ്യൂട്ടഡ് പോർഷൻ എത്രയാന്നുള്ളതും, ദെൻ കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് അല്ലേ. ഇനി ആദ്യത്തെ പണി എന്താ വെച്ചാൽ ഇതിനെ ഫുൾ പെൻഷൻ ആക്കുക. താഴെ കൊടുക്കുക ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ. ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ ആക്കാൻ എന്താ ചെയ്യേണ്ടത്? 3/2 കൊണ്ട് ഇൻറ്റു ചെയ്യുക. ആ ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ പറഞ്ഞിട്ട് കൊടുക്കുക. എങ്ങനെയാ? 1,80,000 ഇൻറ്റു 2/3 അല്ലട്ടോ കൊടുക്കണ്ടേ. 2/3 എന്ന് പറയുന്നത് 1,50,000 ആണ്. അപ്പൊ ഫുൾ വാല്യൂ കാണാൻ എന്ത് ചെയ്യാ? തിരിച്ചു കൊടുക്കുക. എത്രയായി? 2,00,000. $2,70,000 ഫുൾ വാല്യൂ കിട്ടിയോ? കഴിഞ്ഞു, എളുപ്പഞ്ഞ്. ഇനി എന്താ വെച്ചാല് ഇനി കാര്യത്തിലേക്ക് കിടക്കാം. ഇനി നമുക്ക് എക്സംപ്റ്റഡ് കാണാം. താഴെ കൊടുക്കുക എക്സംപ്റ്റഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഇഫ് ഹി റിസീവ്സ് ഗ്രാറ്റുവിറ്റി. എങ്ങനെയാണ്? എക്സംപ്റ്റഡ് എന്നിട്ട് കൊടുത്തിട്ട് എക്സംപ്റ്റഡ് കമ്മ്യൂട്ടഡ് പെൻഷൻ ഇഫ് ഹി റിസീവ്സ്, പറയോ? ഇഫ് ഹി റിസീവ്സ് ഗ്രാറ്റുവിറ്റി. എന്നിട്ട് താഴെ കൊടുക്കേ പ്രൊവിഷൻ എങ്ങനെയായിരുന്നു നമ്മൾ പഠിച്ച? ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫുൾ വാല്യൂ പെൻഷന്റെ എത്ര ശതമാനം, എത്ര പാർട്ട് എക്സംപ്റ്റ് ചെയ്യും, എത്ര പ്രൊപ്പോർഷൻ എക്സംപ്റ്റ് ചെയ്യും? 1/3 അല്ലേ? ഈ 1/3 എവിടുന്ന കിട്ടിയത്? ഇവിടുത്തെ 2/3 ബാക്കിയൊന്നല്ല, അത് ഫിക്സഡാ. മനസ്സിലായോ? കുറെ ആളുകൾക്ക് അങ്ങനെ സംശയം ഉണ്ടാവും. 2/3 ആണല്ലോ ഇവിടെ തന്നത്, അപ്പൊ 1/3. അങ്ങനെയല്ല കേട്ടോ, 1/3 ഫിക്സ്ഡ് ആണ്. ക്ലിയർ ആണോ? ക്ലിയർ ആണോ? താഴെ കൊടുക്കുക. നമുക്ക് ആ ഫുൾ പെൻഷൻ എത്രയാ? 2,70,000 ഇൻറ്റു എത്രയാ? 1/3. വേണമെങ്കിൽ ജസ്റ്റ് അവിടെ മുകളിൽ ജസ്റ്റ് സൂചിപ്പിച്ചോ 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ. അതായിരിക്കും നല്ലത്. 1/3 ഓഫ് ഫുൾ വാല്യൂ ഓഫ് പെൻഷൻ എത്ര വരിക? അപ്പൊ എക്സംപ്റ്റ് ചെയ്യുന്ന എത്രയാണ് എക്സംപ്റ്റ് ചെയ്യുക? 90,000. ഇയാൾ എത്രയാണ് മേടിച്ചിരുന്ന പെൻഷൻ കമ്മ്യൂട്ട് ചെയ്ത്? 1,80,000. അതിൽ എത്രയാണ് എക്സംപ്റ്റ് ചെയ്യുന്ന പറഞ്ഞ? അപ്പൊ ബാക്കി 90 എന്താവും? ടാക്സബിൾ ആവൂലേ?
അപ്പൊ എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് എത്രയാ 90,000 എഴുതിയാ. എന്നിട്ട് താഴെ കൊടുക്കുക ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ഈക്വൽ ടു എക്സംപ്റ്റഡ് ചോദിച്ചിട്ടുള്ളൂ, പക്ഷെ അത് മതി. പക്ഷെ ഒന്നുകൂടെ അറിഞ്ഞിരിക്കാൻ ഇതും കൂടെ എഴുതാം. ടാക്സബിൾ കമ്മ്യൂട്ടഡ് പെൻഷൻ ഈസ് ഈക്വൽ ടു എത്ര 1,80,000 മൈനസ് എത്രയാണോ റിസീവ് ചെയ്തത് അല്ലേ, കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ്. കമ്മ്യൂട്ടഡ് പെൻഷൻ റിസീവ്ഡ് മൈനസ് എക്സംപ്റ്റഡ്. എത്ര വരിക? 1,80 90,000 മൈനസ് ചെയ്യാം. അപ്പൊ എത്ര വരും? 90,000 വരുന്നുണ്ടാ? അപ്പൊ ഒന്നാമത്തെ കഴിഞ്ഞു. ഇനി ഏത് കൊടുക്ക? ഇഫ് ഹി ഡിഡ് നോട്ട് റിസീവ് ബി എന്ന് പറഞ്ഞിട്ട് കൊടുക്ക. ഇഫ് ഹി ഡിഡ് നോട്ട് റിസീവ് എന്നാ കൊടുക്ക്. ഇഫ് ഹി ഡിഡ് നോട്ട് റിസീവ് ഗ്രാറ്റുവിറ്റി. If he did not receive gratuity. താഴെ കൊടുക്ക ഗ്രാറ്റുവിറ്റി റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ എത്രയാണ് അക്സെപ്റ്റ് ചെയ്യുക? സോറി, റിസീവ് ചെയ്യുന്നില്ലെങ്കിൽ റിസീവ് ചെയ്യുന്നുണ്ടെങ്കിൽ 1/3, റിസീവ് ചെയ്യുന്നില്ല എങ്കിൽ എഴുതി വെച്ചല്ലേ 1/2. അപ്പൊ താഴെ കൊടുക്ക് 1/2 ഓഫ് ഫുൾ പെൻഷൻ ഈസ് എക്സംപ്റ്റഡ്. എന്തെഴുതി? 1/2 ഓഫ് ഫുൾ പെൻഷൻ ഈസ് exempted. എന്നിട്ട് എങ്ങനെ കൊടുക്കുക? ഫുൾ പെൻഷൻ എത്രയാ? എത്രയായിരുന്നു ഫുൾ പെൻഷൻ? ആ 2,70,000 ഇൻറ്റു എത്ര കൊടുക്കണ്ടേ? ഹാഫ് അല്ലേ? 1/2 അല്ലേ? 1/2 കൊടുക്കുക. അപ്പൊ എത്ര വരിക? $1,35,000. അപ്പൊ ടാക്സബിൾ എത്രയായിരിക്കും? 1,80 ആണ് കിട്ടിയത്, 1,35 എക്സംപ്റ്റ് ചെയ്യും. ടാക്സബിൾ എത്രയാ നോക്കി നോക്ക്. എക്സംപ്റ്റഡ് 1,35 കിട്ടി. താഴെ ടാക്സബിൾ എത്രയാ? 1,80,000 മൈനസ് 1,80,000 മൈനസ് 1,35,000 എത്ര വരിക? എത്ര വരിക? 45 വരണ്ടോ? 45,000. കുട്ടികളെ ഇത് മാത്രമല്ല ടാക്സബിള്, പെൻഷനും ടാക്സബിൾ ആണ്. പെൻഷൻ ടാക്സബിൾ ആയി എന്ന് പറഞ്ഞാല് മാസം 3,000 കിട്ടിയെന്നില്ലേ? 3,000 മാസം കിട്ടിയിരുന്നില്ലേ? നമ്മൾ പറഞ്ഞിരുന്നത് ജനുവരി 1-നാണ് കമ്മ്യൂട്ട് ചെയ്യുന്നത്. ആ ജനുവരി 1 വരെ കഴിഞ്ഞ പ്രീവിയസ് ഇയറിൽ എത്ര മാസം ഉണ്ടായിരുന്നോ അത്രയും മാസത്തേക്ക് 3,000 വെച്ച് ടാക്സബിൾ ആവും. ഫെബ്രുവരി മുതൽ ഇനി 1,000 ആണെന്ന് പറഞ്ഞിരുന്നു നമ്മൾ എക്സാമ്പിളൊക്കെ നോക്കിയപ്പോൾ, കാരണം 2/3 കമ്മ്യൂട്ട് ചെയ്തു. അപ്പോൾ 1,000 കൂട്ടിയിട്ടും അതും ടാക്സബിൾ ആവും. അത് വെച്ചുള്ള പ്രോബ്ലം നമുക്ക് നാളെ ചെയ്യാം. ശരി എന്നാ.
ഓക്കെ.